എൻ്റെ വിദ്യാർത്ഥിനികളോടാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ട് ഞാൻ എന്ത് പഠിക്കണം എന്ന ചിന്തയിലാണ്. ഭാവിയിൽ ഞാൻ എന്താകണം, എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ചിന്തയിൽ നിങ്ങൾ നിൽക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഒരാൾ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. പലപ്പോഴും നമ്മുടെ അയൽവാസികളും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പറയും, നിങ്ങൾ ഇന്ന കോഴ്സ് പഠിക്കുന്നു, നിങ്ങൾക്ക് ഇന്ന സ്കോപ്പുണ്ട്, നിങ്ങൾ ലോൺ എടുത്ത് ഇത് പഠിക്കൂ, നിങ്ങൾ കാനഡയിൽ പോയി അത് ചെയ്യാം, ഇത് ചെയ്യാം, ഇങ്ങനെയുള്ള ചിന്തകൾ പ്രചരിപ്പിക്കാറുണ്ട്. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, എന്താണ് ഞാൻ പഠിക്കേണ്ടത്, എന്തിലാണ് എനിക്ക് കഴിവുള്ളത്, എന്തിലാണ് എനിക്ക് താല്പര്യമുള്ളത്, എന്ത് പഠിച്ചാലാണ് ഞാൻ പുരോഗതിയിലേക്ക് എത്തുക. ഇത് നിങ്ങൾ സ്വയം ഒരു വിശകലനം ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് ആവശ്യമില്ലാത്ത, താല്പര്യമില്ലാത്ത, കഴിവില്ലാത്ത കോഴ്സുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, താല്പര്യമില്ലാതെ, മനസ്സില്ലാതെ പല ജോലികളും ചെയ്ത് രോഗങ്ങൾ വരുത്തി വെക്കുന്നവർ. മറ്റൊരു ഭാഗത്ത് പല കോഴ്സുകളും എടുത്ത് കഴിവില്ലാതെ അതിൽ വലിയ ലക്ഷ്യം വെച്ച് ലോണൊക്കെ എടുത്തിട്ടായിരിക്കാം അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നത്. എന്നിട്ട് അത് മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ അതിലൊരു അപകർഷത ബോധവും ഡിപ്രഷനൊക്കെ ബാധിച്ച് മയക്കുമരുന്നിൻ്റെ അഡിക്ഷനായി പോയ ആളുകൾ, ആ ഒരു നീരസം തീർക്കാൻ വേണ്ടി കഞ്ചാവിനെ ആശ്രയിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള താല്പര്യമില്ലാത്ത കോഴ്സുകളൊക്കെ മറ്റുള്ളവരെ സമ്മർദ്ദത്തിൽ ഏജന്റുമാരുടെ കെണിയിൽപ്പെട്ടിട്ട് കാനഡയിലൊക്കെ പോയി ഇന്നും നരകജീവിതം ജയിക്കുന്ന ആളുകളുണ്ട്. നരകജീവിതം നയിക്കുന്നവർ, അവർക്ക് ചെലവ് വേണം. ഈ ചെലവ് നടത്താൻ വേണ്ടി വീട് ക്ലീൻ ചെയ്തുകൊണ്ട്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്തുകൊണ്ട്, ഇതുപോലെ ഹൗസ് കീപ്പിംഗ് എന്നൊക്കെ പറയും. അതൊക്കെ ഇങ്ങനെ പേരിട്ട് വിളിക്കുന്നതാണ്. എല്ലാം ഈ ക്ലീനിങ് ആണ്. ഇതൊരു മോശം ജോബായതുകൊണ്ട് ഞാൻ പറയുകയല്ല. നിങ്ങൾക്കതിൽ കഴിവുണ്ടെങ്കിൽ ഇനി പാർട്ട് ടൈമായി ഇങ്ങനെ ജോലി ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ കഴിവില്ലാതെ, താല്പര്യമില്ലാത്ത വിഷയങ്ങൾ എടുത്തുകൊണ്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും സമൂഹത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടിയും വെറുതെ ആവശ്യമില്ലാത്ത കോഴ്സുകൾ പഠിച്ച് നിങ്ങൾ സമയം കളയുക. നിങ്ങളുടെ കഴിവുകൾ നോക്കൂ. എന്താണോ എനിക്ക് കഴിവുള്ളത്, എന്തിലാണോ എനിക്ക് താല്പര്യമുള്ളത്, ഇത് നോക്കിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങൾ പകുതി വിജയിച്ചു. നിങ്ങൾ പകുതി വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങളുടെ ജന്മവാസന എന്താണെന്ന് തിരിച്ചറിയൽ തന്നെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ജന്മവാസന കഴിവെന്തെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലാതെ നിങ്ങൾ നോക്കണം, ഏജന്റുമാരൊക്കെ കെണിയിൽപ്പെടുത്തി ഒരുപാട് കുട്ടികളെ, നിങ്ങൾ ഇന്ന സ്കോപ്പ് പിടിച്ചാൽ നിങ്ങൾ നിങ്ങൾ സിസ്റ്ററാകാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് സാലറി കിട്ടും എന്നൊക്കെ പറഞ്ഞ് അതിൽ താല്പര്യമുള്ളവർ പഠിച്ചോട്ടെ, അല്ലാത്തവർ ഈ ഏജന്റുമാർ അവർക്ക് ലാഭത്തിന് വേണ്ടി നമ്മളെ കുടുക്കിയിട്ട് ലോണുകൾ വീട്ടാൻ കഴിയാതെ കുടുങ്ങിപ്പോകുന്നു. കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ ലോൺ എടുത്തിട്ട് അത് വീട്ടുക വേണം. കാരണം മറ്റൊരു ജോലി ആയതിനു ശേഷമേ ഇത് വീട്ടേണ്ടതുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റുന്നില്ല. ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതെനിക്ക് പറ്റിയ മേഖലയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാതെ കുടുങ്ങിപ്പോകുന്നവർ, എങ്ങനെയെങ്കിലും ജോലി ചെയ്തിട്ട് ഈ കടം വീട്ടണം എന്ന് പറഞ്ഞ് കടക്കണിയിലായി പോയ ആളുകൾ. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളുടെ കഴിവെന്തെന്ന് നോക്കുക. ഇതെങ്ങനെയാണ് അറിയുക? നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖല എങ്ങനെയാണെന്ന് അറിയുക. നിങ്ങൾ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവേശവും ഊർജ്ജസ്വലതയും ഉണ്ടായിരുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? ചില ആളുകൾക്ക് നന്നായി കളിക്കുമ്പോഴായിരിക്കാം നല്ല ഉന്മേഷവും അച്ചടക്കവും ഒക്കെ ഉള്ളത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിക്കുമ്പോഴായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും അഭിനയിക്കുമ്പോഴായിരിക്കാം. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യുമ്പോൾ ഏറ്റവും താല്പര്യമുള്ളതും, ചെയ്യുമ്പോൾ ഏറ്റവും അച്ചടക്കമുള്ളതും, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഊർജ്ജസ്വലത ഉണ്ടാകും. ഇതൊക്കെ നോക്കി നിങ്ങൾ
നിങ്ങൾക്ക് തന്നെ അറിയും, നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് തീരുമാനിക്കുക. മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളാണ്. മാതാപിതാക്കൾക്കൊന്നും അറിയില്ല, അവരുടെ സ്വപ്നങ്ങളാണ് പറയുന്നത്. നിങ്ങളെ ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും ശ്രമിക്കുമ്പോൾ അവരവരുടെ സ്വപ്നങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ അറിയോ? ഒന്നെങ്കിൽ ടാലന്റ് ടെസ്റ്റുകൾ നടത്തുക, അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. ഇനി അതിനും പറ്റാത്തവരാണെങ്കിൽ എനിക്ക് വിളിച്ചുകൊള്ളുക. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവെന്തെന്ന് കൃത്യമായി കാണിച്ചു തരാൻ എനിക്ക് പറ്റും. കാരണം ഞാൻ ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾക്ക് അവരുടെ കഴിവുകൾ കാണിച്ചു കൊടുക്കാനും അവരെ ലക്ഷ്യബോധമുള്ളവരാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരൻ ഇന്ന കോഴ്സ് പഠിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പോകരുത്. നിങ്ങൾ ഒരു പക്ഷേ പരാജയപ്പെട്ടു പോകും. നിങ്ങളുടെ ബന്ധുക്കൾ ഇന്ന ഇത് പഠിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ പോകരുത്. നിങ്ങൾക്കതിൽ കഴിവുണ്ടോ? ആ കഴിവ് നോക്കി ചില ആളുകൾക്ക് മൊബൈലിലായിരിക്കാം നല്ല കഴിവുള്ളത്. മൊബൈൽ റിപ്പയറിങ്ങും അതുമായി ബന്ധപ്പെട്ടത് പഠിക്കുക. അത് ചില ആളുകൾക്ക് വേറെന്തെങ്കിലും ആയിരിക്കാം, അക്കൗണ്ടിങ് ആയിരിക്കാം നന്നായി കഴിവുള്ളത്, അത് ചെയ്യുക. അപ്പൊ നമ്മുടെ കഴിവുകൾ എന്തെന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. നിങ്ങളായിട്ട് ജീവിക്കണം. ഇനി സ്പോർട്സിലാണ് താല്പര്യമുള്ളതെങ്കിൽ അതിലും നിങ്ങൾ കഴിവ് കണ്ടെത്താൻ നോക്കണം. സച്ചിനൊക്കെ അങ്ങനെയല്ലേ? സച്ചിനും അതുപോലെ മെസ്സിയും റൊണാൾഡോ ഒക്കെ എങ്ങനെയാണ് അവരായത്? അവരൊന്നും വലിയ വിദ്യാഭ്യാസം നേടിയിട്ടൊന്നുമല്ല. മറിച്ച് അവരുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിന് വേണ്ടി പരിശ്രമിച്ചു അവർ വളർന്നു. അതുപോലെ നിങ്ങൾക്ക് സ്പോർട്സിൽ നല്ല കഴിവുണ്ടെങ്കിൽ അതിലൂടെ വരുമാനം ഉണ്ടാകാൻ നോക്കണം. എന്ത് ജോലി ചെയ്യുന്നെങ്കിലും അതിലൂടെ പണം ഉണ്ടാക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇന്നൊക്കെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നവർക്കൊക്കെ ഒരു ടീമിൻ്റെ അംഗമായി കഴിഞ്ഞാൽ അവർ തന്നെ ക്യാഷ് കൊടുക്കുന്നുണ്ട്. പഴയതുപോലെ ഒരു മട്ടിലും പിടിച്ച് കളിക്കുന്ന കളിയല്ല. ഇന്നത് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സ്പോർട്സ് ആണെങ്കിൽ അത് ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾക്ക് നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ളതെങ്കിൽ നിങ്ങൾ ആ മേഖലയിലേക്ക് പോകണം. അപ്പോൾ ഞാൻ പറയുന്നത് മറ്റാരും പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. അവസാനമായിട്ട് എൻ്റെ മാതാപിതാക്കളോടും രക്ഷിതാക്കളോടും അധ്യാപകരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊരിക്കലും വിദ്യാർത്ഥികളെ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും പറഞ്ഞവർ വിശ്വസിപ്പിക്കരുത്. എല്ലാവരും ഇവിടെ ഡോക്ടറായാലും ശരിയാവില്ല, എല്ലാവരും ഇവിടെ എഞ്ചിനീയർ ആയാലും ശരിയാവില്ല. അവരവരുടെ മേഖലയിൽ അവരവർ വളരണം. ബിസിനസ് മെയിൻഡുള്ളവരാണെങ്കിൽ ബിസിനസ് ചെയ്യണം. എന്ത് ജോലിക്കും അന്തസ്സുണ്ട്. അങ്ങനെയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ചില അധ്യാപകരൊക്കെ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ പറയുമായിരുന്നു, മുനീറെ നീ പഠിച്ചില്ലെങ്കിൽ മറ്റുള്ളവൻ്റെ പറമ്പിൽ പോയി കളക്കേണ്ടി വരും. സത്യത്തിൽ പിന്നീട് ഞാൻ വലുതായപ്പോൾ എനിക്ക് ചിരി വന്നിട്ടുണ്ട്. എന്തൊരു വിരോധാഭാസമാണ് അവരൊക്കെ പറയുന്നത്. മറ്റൊരുത്തൻ്റെ പറമ്പിൽ പോയി കളക്കുന്നതൊരു മോശമാണോ? അതിൽ കഴിവുള്ളവൻ അത് തന്നെ ചെയ്യണം. അതെങ്ങനെയാണ് ഒരു മോശമാകുക? അതൊരു മോശം ഏർപ്പാടല്ല. എല്ലാവരും അധ്യാപകരാകണമെന്നോ, എല്ലാവരും പോലീസുകാരാകണമെന്നോ, എല്ലാവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. 800 കോടി ജനങ്ങൾ അവരവരുടെ കഴിവിനനുസരിച്ചാണ് അവർ ജീവിക്കേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവരോടല്ല ഞാൻ പറയുന്നത്, വിദ്യാർത്ഥികളോടാണ്. നിങ്ങളുടെ കഴിവുകൾ നോക്കുക. നിങ്ങൾക്ക് എന്തിനാണോ താല്പര്യം ഇത് നോക്കാതെ നിങ്ങൾ പോകരുത്. ഭാവിയിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. പിന്നീട് നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. മുമ്പത്തെ പോലെയല്ല, ലോൺ എടുത്ത് കുടുങ്ങിപ്പോയാൽ അത് വീട്ടേണ്ടി വരും, അല്ലാതെ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ലോണൊക്കെ എടുത്ത് കുടുങ്ങിപ്പോയ ആളുകൾ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ആ കടം വീട്ടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. അതേപോലെ യൂറോപ്പിലൊക്കെ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്, അവിടെ നിന്ന് കരിയുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്യാനാണ്? സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നു. സമൂഹം ആരാണ്? നമ്മൾ ഒരു തെറ്റിൻ്റെയും പിന്നാലെ പോകാതിരിക്കുക.
നമ്മൾ സമൂഹത്തെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക. അല്ലാതെ സമൂഹത്തിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ജീവിക്കരുത്. സമൂഹം എന്തും പറഞ്ഞോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പാഷന് വേണ്ടി ജീവിക്കണം. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അവരെന്തെങ്കിലും പറയട്ടെ, ആദ്യമൊക്കെ അവർ പറയൂ. പിന്നീട് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വികസിപ്പിച്ച് കാണുമ്പോൾ, നിങ്ങൾ വളരുന്നത് കാണുമ്പോൾ അവരൊക്കെ നിങ്ങളെ പുകഴ്ത്താൻ തുടങ്ങും, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങും. സമൂഹത്തിന് അറിയാത്തത് കൊണ്ടാണ്, സമൂഹത്തിൻ്റെ മിസ്റ്റേക്കല്ല, സമൂഹത്തിന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അത് പഠിക്കും ഇത് പഠിക്കും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങളുടെ കാര്യം നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എനിക്ക് വിളിക്കുക. ലൈഫ് കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കണ്ടെത്താനും നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്താനും നിങ്ങളെ മികച്ചവരാക്കാനും ആത്മവിശ്വാസമുള്ളവരാക്കാനും നിങ്ങൾ നല്ല ആത്മാഭിമാനമുള്ളവരാക്കാനും എല്ലാ അർത്ഥത്തിലും നിങ്ങളെ പരിഷ്കരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ജീവിതാനുഭവം കൊണ്ടും സ്വന്തമായി പഠനത്തിലൂടെയും നേടിയ ഈ കഴിവുകൾ നിങ്ങൾ പരീക്ഷിക്കാൻ മറക്കരുത്. നിങ്ങൾ ഇത് ഉപയോഗിക്കണം. എൻ്റെ കഴിവുകൾ നിങ്ങൾ മാക്സിമം യൂസ്ലെസ് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. കാരണം പിന്നീട് നിങ്ങൾ ഖേദിച്ചത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? പിന്നീട് നിങ്ങൾ ആരാണ്? പിന്നീട് നിങ്ങളൊരു ജോലി നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു കോഴ്സ് പഠിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾ പകുതിയിൽ നിന്ന് അതിൽ മതിയാക്കിയാൽ നിങ്ങളെ കുറ്റം പറയാൻ സമൂഹമുണ്ടാകും. അവൻ മടിയനാണ്, അവൻ പഠിക്കാൻ കഴിവില്ലാത്തവനാണ്, അവന് താല്പര്യമില്ല. എൻ്റെ സുഹൃത്തുക്കളെ, ഒരു മടിയന്മാരുമില്ല ഈ ലോകത്തൊരു മടിയന്മാരുമില്ല. ഇതൊരു ചിന്താഗതി മാത്രമാണ്. അവരവർക്ക് താല്പര്യമുള്ള മേഖലയിൽ എല്ലാവരും കഴിവുള്ളവരാണ്, എല്ലാവരും താല്പര്യമുള്ളവരാണ്. മടിയന്മാർ എന്ന് പറയുന്ന താല്പര്യമില്ലാത്ത വിഷയങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അല്ല നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹം പറയുന്ന ഒരു പേരാണ് മടിയൻ എന്ന്. ഇപ്പം എന്നോട് കിളക്കാൻ പറഞ്ഞാൽ എനിക്ക് മടിയുണ്ട്, കാരണം അതെൻ്റെ മേഖലയല്ല. പക്ഷെ എന്നോടൊരു കാര്യം പ്രസംഗിക്കാൻ പറഞ്ഞാൽ, സംസാരിക്കാൻ പറഞ്ഞാൽ മണിക്കൂറുകൾ വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഒരു ദിവസം വേണമെങ്കിൽ ഞാൻ നിർത്താതെ പറയും. കാരണം അത് എൻ്റെ താല്പര്യമാണ്. അല്ലാതെ എന്നോട് താല്പര്യമില്ലാത്ത കിടക്കാനോ അതല്ലെങ്കിൽ കൂലിപ്പണി എടുക്കാനോ പറഞ്ഞാൽ അത് മോശമായത് കൊണ്ടല്ല, അതിൽ താല്പര്യമില്ല. അതുകൊണ്ട് എന്നെ മടിയൻ എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ മടിയന്മാരെന്നൊക്കെ പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ചിന്താരീതിയാണ്. നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കണം, നിങ്ങളുടെ കഴിവുകളനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.